ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സീനു ജോഷി വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ഞാനൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. രാവിലെ ഒന്നും എഴുന്നേൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാനിന്ന് രാവിലെ എഴുന്നേറ്റു. എനിക്ക് ചേട്ടന് ഒരു ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ 5 മണിയായി. ഞാൻ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി. അപ്പോൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ അത് മിസ് ചെയ്യേണ്ടല്ലോ. ഞാൻ എന്നും വിളക്ക് കൊളുത്തുന്ന ആളൊന്നുമല്ല, നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ കൊളുത്തും. പിന്നെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്നും വൈകുന്നേരം ആകുമ്പോൾ കുറേ കിളികൾ ഇവിടെ അവരുടെ നൈറ്റ് സ്റ്റേ ഇവിടെയാണ്. ഇവിടുത്തെ കുറേ മരങ്ങളിൽ വന്ന് ഇവിടെ ഉറങ്ങാൻ വരുന്നത് തന്നെ, വേറെ ഒന്നുമില്ലല്ലോ, രാത്രിയല്ലേ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഇവർ നേരം വെളുത്ത് തുടങ്ങുമ്പോൾ തന്നെ ഇവരങ്ങോട്ട് എണീച്ച് കലബിലാ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങും. പക്ഷേ ഇതൊക്കെ കേട്ട് എഴുന്നേറ്റ് വെളിയിലൊക്കെ ഒന്ന് കറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, അതൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ എനിക്കിതൊക്കെ ഇഷ്ടമാണ്, കിളികളുടെ സൗണ്ട്. അപ്പോൾ ഈ കിളികൾ എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് വയലൊന്നുമില്ല, എന്നാലും കുറച്ച് അടുത്തായിട്ടൊക്കെ 2-3 സ്ഥലത്ത് വയലുണ്ട്. അപ്പോൾ അവിടുത്തെ കിളികളാണ് എന്നും വൈകുന്നേരം അപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ കിളികൾ കുറഞ്ഞു. നമ്മൾ വീട് വെച്ച സമയത്ത് കുറേ മരങ്ങൾ മുറിച്ച് കളഞ്ഞു. അപ്പോൾ അതിനുശേഷം പിന്നെ കിളികൾ കുറവാണ്. എന്നാലും ഉള്ള മരങ്ങളിലൊക്കെ വന്ന് കിളികൾ നിറഞ്ഞിരിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതായത് തെങ്ങിൻ്റെ മുകളിൽ, ഈ തെങ്ങിലൊന്നും കാണുന്നില്ല, ഞാൻ ചന്ദ്രനൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. ഇത് കിളികൾ ഇപ്പുറത്തെ സൈഡിലോട്ടായിട്ടുണ്ട്. കിളികളെന്ന് പറയുമ്പോൾ ഒരുപാട് വെറൈറ്റി കിളീസൊന്നും ഇല്ല കേട്ടോ. കൊക്കും കാക്കയാണ്. കൊക്കുകളാണ് കൂടുതലും വരുന്നത്. കാക്ക അത്രത്തോളം ഇല്ല, കൊക്കിനേക്കാളും കുറവായിട്ടാണ് കാക്കകൾ വരുന്നത്. ഇനി കാക്കകൾക്ക് വംശനാശം സംഭവിച്ചു തുടങ്ങിയെന്നറിയില്ല. കാര്യം പണ്ടൊക്കെ നമ്മൾ കുഞ്ഞിലേ കാണുന്ന അത്രയും കാക്കകളെയൊന്നും ഇപ്പോൾ കാണാറൊന്നുമില്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, കാക്കകൾ ഇപ്പോൾ കുറഞ്ഞു വരുന്നല്ലോ. കാര്യം കുഞ്ഞിലെയൊക്കെ എപ്പോഴും ഒരു കാക്കക്കൊത്തൊക്കെ എല്ലാവർക്കും കിട്ടാറുണ്ട്. നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ കാക്കൊത്തി, എനിക്കും കൊത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ആരെയും മുഖത്തൊന്നും കാക്ക കൊത്തിയ പാടൊന്നും കാണാനില്ല. അപ്പോൾ കാക്കകളുടെ ശല്യമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അതിനി കാക്കകളുടെ എണ്ണത്തിലുള്ള കുറവ് വന്നത് കൊണ്ടാണോ ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നതിൽ കൊക്കുകളാണ് കൂടുതലും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ. ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടാണ് കാണുന്നത്. കാര്യം എനിക്ക് എപ്പോഴും ഒരുപാട് പേരെൻ്റെ കൂടെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കൊക്കുകളൊക്കെ തന്നെയാണ്. ഇവരെ ശബ്ദം വൈകുന്നേരം കേൾക്കുന്നതും രാവിലെ കേൾക്കുന്നതും ഒക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആറ്റിങ്ങൽ അവനഞ്ചേരിയിലുള്ള സബ്സ്റ്റേഷനിൽ, KCB സബ്സ്റ്റേഷനിൽ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് കൊണ്ടുപോകണം. ഇവിടെ 2 ഇലക്ട്രിക് വെഹിക്കിളുണ്ട്. അപ്പോൾ രണ്ടും കൂടി വീട്ടിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാറ് വീട്ടിൽ ചാർജ് ചെയ്യും, പിന്നെ ഒരു ഇലക്ട്രിക് ഏസ് കൂടെ ഉണ്ട്. അപ്പോൾ ആ ഏസ് നമ്മൾ രാവിലെ അവനഞ്ചേരി സബ്സ്റ്റേഷനിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യും. അപ്പോൾ 2 വണ്ടിയിൽ പോയിട്ട് ഒരു വണ്ടി ഫുൾ ചാർജ് ആവാനായിട്ട് 2.5-3 മണിക്കൂർ എടുക്കും. അപ്പോൾ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 വണ്ടിയിലായിട്ട് പോയിട്ട് ഒരു വണ്ടി അവിടെ ചാർജ് ചെയ്തിട്ട് ഒരു വണ്ടിയിൽ തിരിച്ചു വരും. പിന്നെ ഫുൾ ചാർജ് ആവുന്ന സമയത്ത് പോയി വണ്ടി എടുത്തിട്ട് വരും. അപ്പോൾ ആ ഒരു ഡ്യൂട്ടിയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റത്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ എനിക്ക് രാവിലെയുള്ള യാത്രയൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചാർജിങ് സ്റ്റേഷനിൽ എത്തി, വണ്ടി ചാർജിന് ഇട്ടു. ഇനി നമ്മൾ വന്ന വഴിയല്ല, വേറൊരു വഴി കൂടെയാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. വന്നത് ഹൈവേയിലൂടെയാണ്. തിരിച്ചിനി വാളക്കാട് ഊരിപ്പോയ ആ ഒരു റൂട്ട് വഴി നമ്മൾ കോരാണിയിലോട്ട് പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഇതുവഴി പോകുന്നതിൻ്റെ മെയിൻ റീസൺ, ചേട്ടൻ്റെ ഒരു ഫേവറേറ്റ് ചായക്കട അവിടെയാണ്. അപ്പോൾ ചേട്ടൻ അവിടെ നിന്നൊരു ചായ കുടിക്കാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അതുവഴി പോകുന്നത്. ഇതാണ് ചേട്ടൻ്റെ ഫേവറേറ്റ് ചായക്കട. ഇവിടുത്തെ ചായയുടെ ടേസ്റ്റിനേക്കാളും നമുക്കിഷ്ടം ഇവിടുത്തെ ആംബിയൻസ് ആണ്. ഏക്കർ കണക്കിനുള്ള വയലും, വയലിൻ്റെ കരയിലൊരു ശാസ്താവിൻ്റെ ക്ഷേത്രവും. അപ്പോൾ ഇവിടെ നിന്ന് ചായ കുടിക്കുമ്പോൾ മനസ്സിനൊക്കെ എന്തെന്നില്ലാത്തൊരു കുളിർമയാണ് കേട്ടോ. അതിവിടെ വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. പത്മപീഠം തൊട്ടു നിൻ പാദസേവനം നമ്രത്തിരക്കനായി ആത്മാർപ്പണം ചെയ്തു കണ്ണു നിറഞ്ഞ ശുദ്ധമാക്കുന്ന
ഇപ്പോൾ ഇവിടെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം, ഇവിടെ ഒരു ഏറുമാടമുണ്ട്. നമുക്ക് ആ ഏറുമാടത്തിൽ കയറാനൊക്കെ പറ്റും. കഴിഞ്ഞ വർഷമാണ് ഈ ഏറുമാടം ഇവിടെ. അന്നിതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഒരുപാട് പേര് ഇവിടെ വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും വ്ളോഗ് ചെയ്യാനൊക്കെ വരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഇത് ഒരു വർഷം ആയതേ ഉള്ളൂ ഇവിടെ വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് എന്തായാലും വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ. അപ്പോൾ ഇനി ഉച്ചവരെ ഇതിനകത്തുള്ള പരിപാടികളാണ്. അപ്പോൾ എന്നും രാവിലെ എൻ്റെ കിച്ചൺ ഇതുപോലെ ക്ലീനൊന്നും ആയിരിക്കില്ല. വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഐഡിയ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി കുറച്ച് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടതാണ്. പിന്നെ രാവിലെ ഇഡ്ഡലി സാമ്പാറുമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഈ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സാമ്പാറാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ മോൾക്ക് രാവിലെ ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ഡാൻസിന് കൊണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനും ചേട്ടനും മക്കളും കൂടിയാണ് പോകുന്നത്. കാര്യം നമ്മൾ രാവിലെ കൊണ്ട് ചാർജിനിട്ട AC ഇപ്പോൾ ഫുൾ ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്തിട്ട് വരണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കൂടെ പോകണം. അല്ലെങ്കിൽ ചേട്ടൻ ഒറ്റയ്ക്ക് മോളെ കൊണ്ടാക്കിയിട്ട് വരും. മോൾ ഡാൻസ് സ്കൂൾ വരുന്നത് വീട്ടിൽ നിന്നും ഒരു 2.5 കിലോമീറ്റർ ദൂരത്തിലായിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് ഹൈവേയിൽ കയറിയിട്ട് ലെഫ്റ്റിലോട്ടാണ് പോവേണ്ടത്. റൈറ്റിലോട്ടാണ് നമുക്ക് വണ്ടി എടുക്കാനായിട്ട് പോവേണ്ടത്. അങ്ങനെ ഉള്ള രാവിലത്തെ ഓട്ടപ്പാച്ചിലാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് നാഷണൽ ഹൈവേ ട്രിവാൻഡ്രത്തോട്ട് പോകുന്നതാണ്. ശാസ്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് മോളുടെ ഡാൻസ് ക്ലാസ്. അപ്പോൾ അവിടെ ശാസ്തോട്ടം ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റ് തത്വമസി എന്ന് പറയുന്ന ഡാൻസ് സ്കൂളിലാണ് മോൾ ഡാൻസ് പഠിക്കുന്നത്. അങ്ങനെ മോളെ വിട്ടിട്ട് നമ്മൾ നേരെ അവനഞ്ചേരി KCB സബ്സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ രാവിലെ വന്നത്. ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റി. നമ്മുടെ AC എടുത്തിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകണം. ഇനിയാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്, ജോക്കുട്ടനെ ഫുഡ് കഴിപ്പിക്കുന്നത്. ജോക്കുട്ടൻ ഫുഡ് ഒട്ടും കഴിക്കാറില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവനെ TV മുമ്പ് ഇരുത്തി എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞൊക്കെ എനിക്ക് ഫുഡ് കഴിപ്പിക്കാൻ പറ്റുള്ളൂ. അവനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഫുഡ് കഴിക്കുന്ന കുട്ടിയാണോ അല്ലാത്ത കുട്ടിയാണെന്ന്. അപ്പോൾ ഇനി എൻ്റെ നെക്സ്റ്റ് ഡ്യൂട്ടി തുണി എഴുവലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ തുണിയിലുള്ളൊരു സെറ്റപ്പ്. അപ്പോൾ ഞാൻ തുണിയെ കഴുകിയിട്ട് കഴിഞ്ഞിട്ട് വേണം ഇനി ചേട്ടന് കാപ്പി കൊടുക്കാൻ. അപ്പോൾ ചേട്ടൻ എത്തിയിട്ടുണ്ട്. ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുത്തു. ഇനി കിച്ചൺ ക്ലീനിങ് ആണ്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ പാത്രങ്ങളും കിച്ചനും ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങുന്നത്. ഞാൻ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കുക്കറിൽ ഞാൻ ചോറ് വെച്ച് അടച്ചു വെച്ചിട്ട് പോയി. അപ്പോൾ ഇപ്പോൾ ഒന്ന് തുറന്നപ്പോൾ അത് റെഡിയായി. പിന്നെ ഡാൻസിന് പോയിട്ട് ജുവലിനെ അച്ഛൻ വിളിച്ചുകൊണ്ട് വന്ന്. ഇപ്പോൾ ജുവൽ ഒരു ബോട്ടിൽ സോഡ ഇട്ടാണ് വന്ന് സോഡ ലൈം ഉണ്ടാക്കി കുടിക്കുകയാണ്. ഡാൻസ് കളിച്ചിട്ട് വരുന്നല്ലേ, അപ്പോൾ കുറച്ച് ക്ഷീണം കാണുമല്ലോ. അപ്പോൾ ചോറിൻ്റെ കൂടെയുള്ള ഇന്നത്തെ കറികൾ, ഫസ്റ്റ് ഞാൻ കുക്കറിലൊരു അവിയലുണ്ടാക്കി. പിന്നെ ഇവിടെ വള്ളിപ്പയറുണ്ടായിരുന്നു, അതെടുത്തൊരു തോരൻ വെച്ചു. പിന്നെ ഇവിടെ ഒഴിച്ചു കൂട്ടാൻ മസ്റ്റാണ്, ഒന്നുകിൽ രസം അല്ലെങ്കിൽ മോരുകറി. അങ്ങനെ ഒരു മോരുകറി ഉണ്ടാക്കി. പിന്നെ ചൂര ഇരുന്നതെടുത്ത് ഫ്രൈ ചെയ്തു. മീൻകറി ഇന്നലത്തെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മീൻകറി വയ്ക്കേണ്ടി വന്നില്ല. അങ്ങനെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്തു, എല്ലാം സെറ്റാക്കി. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. അപ്പം ഞാനിത് ചേട്ടന് വേണ്ടി ഇട്ട് വെച്ചതാണ്. 2 മണിയായിട്ടുണ്ട്. അപ്പോൾ മോളുടെ ട്യൂഷനുള്ള സമയമായി. അപ്പോൾ ഇനി മോളെ ട്യൂഷന് വിട്ടിട്ട് ഞാനും ലഞ്ച് കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഹായ് ഗായ്സ്, അപ്പോൾ ഇതാണ് ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇനി ഞാൻ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇനി ഡ്യൂട്ടിക്ക് പോവുകയാണ്. അപ്പോൾ ഒരു പാർട്ട് ടൈം ജോബാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പിന്നെ കാണിക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വരാം. എല്ലാവർക്കും ബൈ.